ഞാൻ വരുന്നുണ്ട് മീൻ പിടിക്കാൻ പോയണോ ചൂണ്ടയെ കൊണ്ടുവന്നേക്കണം എന്തിനാണ് മോനെ വല്ലത് കിട്ടോ മോനെ 10 വരെ എനിക്കുള്ളിൽ ഞാൻ മീനെ പിടിച്ചു അത് ഇര ഓർക്കട്ടെ കോർക്ക് റെഡി എടുത്തേ ഇട്ടോ എന്നിട്ടേ എണിക്കോ 1 2 3 4 5 6 7 ഇതാണ് മോനെ പിടുക്കിട പള്ളട്ടിക്കൂട്ട ഹായ് മച്ചന്മാരെ, എല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചന്മാരെ, തുടക്കത്തിൽ നമ്മൾ ചൂണ്ടിട്ട് മീൻ പിടിച്ചിട്ടില്ലേ, അത് നമ്മൾ കുറേ തവണ പിടിച്ചിട്ടാണ് 10 വരെ ഇപ്പോഴേക്ക് കിട്ടിയത് എന്ന് നഗ്നസത്യം വെളിപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ, നമ്മളിപ്പോൾ 2 വീഡിയോയിലെ ടെക് വീഡിയോ വരുന്നു. അപ്പോൾ കുറേ പേര് ചോദിച്ചു ഫൺ വീഡിയോസ് ഒന്നുമില്ലെന്ന്. ഫണ്ണല്ല, പക്ഷേ നമുക്കൊരു ചെറിയ എക്സ്പെരിമെൻറ്റ്, ഫിഷിംഗ് എക്സ്പെരിമെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാധാരണ നമ്മളല്ലേ ചൂണ്ടിട്ട് പിടിക്കാറ്, പക്ഷേ ഇത്തവണ നമ്മൾ ഉണ്ടാക്കുന്ന ബോട്ടുകളാണ്, കുഞ്ഞൻ ബോട്ടുകളാണ്. മീനെ പിടിക്കാനായിട്ട് പോകുന്നത് കിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ മച്ചന്മാരെ, അധികം പറഞ്ഞു നീട്ടുന്നില്ല, നമ്മുടെ ഗ്യാരേജിൽ ഇരിക്കുന്ന കുറച്ച് ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ ഇന്ന് കുറച്ച് കുഞ്ഞൻ ബോട്ടുകളും അതിൽ ചൂണ്ട സെറ്റ് ചെയ്ത് മീനെ പിടിക്കാനുള്ള പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അധികം പറഞ്ഞു നീട്ടില്ല, നമുക്ക് നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ. നമ്മുടെ ഫിഷിംഗ് ബോട്ട് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് തപ്പാനായിട്ട് വന്നേക്കണ്ട. നമ്മള് സിമ്പിൾ മെറ്റീരിയലാണ് നമുക്ക് വേണ്ടത്. അതായത് നമ്മുടെ CPU ഫാൻ വേണം, ബാറ്ററി വേണം, അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ. അപ്പോൾ നമ്മുടെ ബാറ്ററി കളക്ഷൻ കണ്ടാ, നമ്മുടെ 9 വോൾട്ടിന്റെ ബാറ്ററിയാണ് ഇത്. മൊത്തം നമ്മൾ തട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ, ഇത്ര ആവശ്യം വരില്ല, എന്നാലും ഇത് ഇരിക്കട്ടെ. പിന്നെ അതേ CPU ഫാൻ്റെ നമ്മുടെ മുമ്പ് നമ്മൾ കോഴിമുട്ട വിരിക്കാനായിട്ട് ഇൻക്യുബേറ്ററിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചായിരുന്നതാണ്. അപ്പോൾ CPU ഫാൻ ഉണ്ട് ഇവിടെ, അതും ഓക്കെ. അങ്ങനെ ഇനി നറുങ്ങ് പിറങ്ങ് സാധനങ്ങൾ കുറച്ചെടുക്കാറുണ്ട്. നമ്മുടെ ബാറ്ററി ക്ലിപ്പ്, അതുപോലെ തന്നെ കുറച്ച് സ്വിച്ച് വേണം നമുക്ക്, പിന്നെ സ്പീക്കർ വയർ, പിന്നെ എന്തെങ്കിലും ഒട്ടിക്കലോ കാര്യങ്ങളുണ്ടെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പും സെലോ ടേപ്പൊക്കെ നമ്മൾ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ടങ്കീസും ചൂണ്ടക്കുളത്തുമാണ് കേട്ടോ. പിന്നെ കുറച്ച് സ്റ്റിക്കുകൾ വേണം. അപ്പോൾ നമ്മൾ സ്റ്റിക്ക് എടുത്തു. പിന്നെ നമ്മുടെ പണി ആയുധങ്ങളായിട്ടുള്ള സോൾഡറിങ് അയണും ലെഡും, പിന്നെ നമ്മളുടെ ഗ്ലൂ ഗണ്ണും കേട്ടോ. അങ്ങനെ നമ്മുടെ ഫിഷിംഗ് ബോട്ട് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കാണിക്കാത്തൊരു സാധനം, നമ്മൾ തെർമോക്കോളിന്റെ ഷീറ്റുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഷീറ്റുകൾ വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ അണ്ടർ ബോഡി ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്ര സാധനങ്ങളില്ലേ, ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ബോട്ട് ഉണ്ടാക്കുന്നതെന്ന് കാട്ടിത്തരാം. അങ്ങനെ നമ്മുടെ തെർമോക്കോളിന്റെ ഷീറ്റ് എടുത്തു. ഇതിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നീളത്തിൽ നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ ഒറ്റ പീസിന് 2 ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നീളത്തിൽ മുറിച്ചെടുക്കുന്നത്. അങ്ങനെ മുറിച്ചെടുത്തത് കറക്റ്റ് നടുക്ക് വെച്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ബ്ലേഡ് വെച്ച് മുറിച്ച് കഴിഞ്ഞാൽ ഏകദേശം കണ്ട അതിങ്ങനെ എളുപ്പത്തിൽ 2 ബോട്ടിന്റെ ബോഡി നമുക്ക് ഉണ്ടാക്കാം. ഇനി വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന ഭാഗം ഒന്ന് സ്മൂത്ത് ആയിട്ട് പോകാൻ നമ്മൾ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്തത് ചെത്തി കളയാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ ഇരിക്കും. ഇനി ഇതിലേക്കാണ് നമ്മളുടെ മോട്ടർ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. മോട്ടർ എന്ന് വെച്ചാൽ നമ്മുടെ CPU ഫാനാണ് നമ്മളിവിടെ മോട്ടറായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു CPU ഫാൻ എടുത്ത് നേരെ നമ്മൾ ഡബിൾ സൈഡ് ടേപ്പിൻ്റെ ഒരു പീസ് വെച്ച് ബാക്കിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ വെയിറ്റ് കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ പവർ സോഴ്സ് ആയിട്ട് നമ്മൾ 9 വോൾട്ട് ബാറ്ററിയാണ് എടുക്കുന്നത്. ആ ഒരു ബാറ്ററി ഫ്രണ്ടിൽ നമ്മൾ ഒട്ടിച്ചു വെക്കുകയാണ്. ഇനി ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ളൊരു സ്വിച്ച് വേണ്ടേ, ആ സ്വിച്ച് നമ്മൾ സൈഡിൽ ഒട്ടിച്ചു വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വയർ കണക്ഷൻസ് വരുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ബാറ്ററി ക്ലിപ്പ് നമ്മൾ അതിലേക്ക് വെച്ചിട്ട് CPU ഫാൻ്റെ 2 വയർ നമ്മൾ സ്ട്രിപ്പ് ചെയ്തെടുക്കുക. അതിൽ ഒരു വയറിൻ്റെ പീസ് എടുത്ത് നേരെ സ്വിച്ചിലേക്കും മറ്റേത് ബാറ്ററിയിലേക്കും കൊടുക്കുക. സിമ്പിൾ വയറിംഗ് ആണ്. ഇനി നമ്മളിതേ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. കറക്റ്റായിട്ട് നമ്മുടെ ഫാൻ കറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റുമേ. അങ്ങനെ നമ്മളുടെ ആദ്യത്തെ ബോട്ട് മോഡൽ നമ്മൾ ഉണ്ടാക്കി. സംഭവം നല്ല കാറ്റൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബോട്ട് തൽക്കാലം സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ബോട്ട് റെഡിയാക്കി ഇനി ഇതിലേക്കുള്ള ചൂണ്ട നമുക്ക് സെറ്റ് ആക്കണ്ടേ. അപ്പോൾ നമ്മളുടെ ടങ്കീസ് എടുക്കുക. നമ്മൾ ഏകദേശം ഒരു 30-35 സെൻറ്റിമീറ്റർ നീളത്തിൽ എടുക്കുന്നുള്ളൂ, വേണമെങ്കിൽ കുറച്ചുകൂടി നീളത്തിൽ എടുക്കാം. പിന്നെ നമ്മുടെ പള്ളത്തിക്കും കരിമീനൊക്കെ യൂസ് ചെയ്യുന്ന കുഞ്ഞു ഹുക്കില്ലേ, അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് നേരെ നമ്മുടെ ടങ്കീസ് കെട്ടി കറക്റ്റായിട്ട് അത് ടൈറ്റ് ചെയ്ത് ഹുക്കാക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ ഒരു കുളത്ത് കെട്ടിയെടുത്തോ, നമുക്ക് ഒരെണ്ണമല്ല, നമുക്ക് കുറേ വേണം. അങ്ങനെ ബാക്കിയുള്ളത് നമ്മൾ കെട്ടിയെടുത്തു കേട്ടോ. ഇനി നമ്മളിത് ഒരു ചെറിയ സ്റ്റിക്ക് എടുത്തിട്ട് അതിലേക്ക് നമ്മളുടെ ചൂണ്ട സെറ്റ് ചെയ്യാണ്. നമ്മളുണ്ടാക്കിയ ചൂണ്ട, ചെറിയ ചൂണ്ട നേരെ ബോട്ടിൽ സെറ്റ് ചെയ്യാണ്. അപ്പോൾ സെറ്റിങ് ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നമ്മളുടെ ആ ഒരു സ്റ്റിക്കിൻ്റെ മുന്നിലുള്ള ഭാഗം എടുത്ത് നമ്മൾ നേരെ നമ്മുടെ തെർമോക്കോളിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ CPU ഫാനായിട്ട് മുട്ടിയിരിക്കുന്ന രീതിയിലാണ് നമ്മളിത് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഗ്ലൂ ചെയ്ത് ഇതിനെ ഡബിൾ സ്ട്രോങ് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ബോട്ടിൽ നമ്മൾ ചൂണ്ട സെറ്റ് ചെയ്തു. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കുകയാണ്. പങ്ക് ഇറങ്ങാനൊക്കെ പ്രശ്നമുണ്ടായത് ഒരു കുഴപ്പമില്ല, നമ്മുടെ ഫാനൊക്കെ നന്നായിട്ട് കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മുടെ ടാസ്ക് പണി വരുന്നത്. നമ്മൾ ഒരെണ്ണമല്ല 30 എണ്ണമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മണിക്കൂർ
മണിക്കൂറുകൾ നീണ്ട പണിയായിരുന്നു. അതുകൊണ്ട് തന്നെ ചടപടാന്നാണ് നമ്മൾ കാണിച്ചു തരുന്നത്. അങ്ങനെ ഇടയിൽ മഴയൊക്കെ വരും. മഴയൊക്കെ പോയി കഴിഞ്ഞ് അങ്ങനെ ചെയ്ത് അവസാനം നമ്മളത് 30 നമ്മുടെ ബോട്ടും ഉണ്ടാക്കി കേട്ടോ. ഈ ടേബിളുമ്മ വെക്കാൻ സ്ഥലമില്ലാത്ത കാരണം നമ്മൾ വേറൊരു ടേബിളുമ്മയും കൂടി ആയിട്ടാണ് ബാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ മച്ചാന്മാരെ നോക്കിയേ, നമ്മുടെ ടേബിൾ എന്ന് പറയുക ഇപ്പോൾ ബോട്ടുകളാണ്. നമ്മുടെ ബോട്ട് ചെട്ടിയിലൊക്കെ ബോട്ടൊക്കെ ഇങ്ങനെ കെട്ടിട്ടേക്കൂല, അതുപോലെ നോക്കി അറ്റം വരെ അവിടേക്ക് ഇത്തിരി കുറച്ചുള്ളൂ. എന്നാലും ഒരു 10-30 ബോട്ട് നമ്മൾ ഉണ്ടാക്കി ഇതേ പരത്തി ഇങ്ങനെ വെച്ചേക്കാണ്. അപ്പോൾ എന്താ പറയാ, നീറ്റിൽ ഇറക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇത്ര സിമ്പിൾ കൺസ്ട്രക്ഷനിൽ ആദ്യമായിട്ടുണ്ട് ഞാൻ ബോട്ട് ഉണ്ടാക്കുന്നത്. അതായത് ഒരു CPU ഫാനും ബാറ്ററിയും സ്വിച്ചും പിന്നെ ഒരു തെർമാക്കോളിന്റെ പീസും, ഇത്ര മതിയിട്ട് ഈ ബോട്ട് ഉണ്ടാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഒരു 30 ബോട്ട് ഉണ്ട്. അപ്പോൾ 30 ചൂണ്ടക്കുളത്തുണ്ടാവും. അതിലേക്ക് കോർക്കാനുള്ള ഇര വേണ്ടേ, മീനെ പിടിക്കണമെങ്കിൽ ഇര വേണമല്ല. അപ്പോൾ ഇര കുത്തിയിട്ട് വരാം നമുക്ക്. അങ്ങനെ പറമ്പിൽ മൊത്തത്തിൽ കൊത്തിക്കിളച്ച് നമ്മൾ ഞാഞ്ഞൂൾ കൂട്ടന്മാരെയൊക്കെ ശേഖരിക്കുകയാണ്. നമ്മൾക്ക് കുറേ ഞാഞ്ഞൂളെ കിട്ടിയിട്ട് നോക്കിയേ, നൂഡിൽസ് പോലെ ഇരിക്കണം നല്ല അടിപൊളി ഞാഞ്ഞൂളുകൾ. ഇവരാണ് നമ്മൾ ഇരയായിട്ട് ഇടുന്നത്. നമുക്ക് വേണ്ട ഞാഞ്ഞൂൾ കൂട്ടന്മാരെയൊക്കെ നമ്മൾ പിടിച്ചു. ഇനിയാണ് നമ്മുടെ ശരിക്കും പണി വരുന്നത്. അപ്പോൾ ഇനി നമ്മളുടെ ചൂണ്ടക്കുളത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഇര കോർക്കാൻ കേട്ടോ. നമ്മൾ ഞാഞ്ഞൂൾ കൂട്ടന്മാരെ നമ്മൾ കോർത്ത് സെറ്റാക്കുകയാണേ. അപ്പോൾ നമ്മളുടെ തക്ക എത്തിയിട്ടുണ്ട്. നമ്മൾ ഇനി വെള്ളത്തിൽ ഇറങ്ങിയിട്ടാണ് ഞാൻ ഇടുന്നത്. പാമ്പൊക്കെ ഉണ്ടാവും, നമ്മളറിയാം, പാമ്പേ ഇനി കടിക്കരുത് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബോട്ട് നമ്മൾ വിടാൻ പോവാണ്. അത്യാവശ്യം കാറ്റൊക്കെ ഉണ്ട്. ഇതൊക്കെ എവിടേക്ക് പോകുന്നറിയില്ല, മോനെ അടുത്ത് റെഡിയാക്കിക്കോ. അപ്പോൾ ഈ കാണുന്ന ഇര കോർത്ത നമ്മളുടെ ബോട്ടിനെ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് വിടാൻ പോവാണ്. ഞങ്ങൾ പോകുന്നത് നമുക്കറിയില്ല കേട്ടോ. പോയി നിറയെ മീനും പിടിച്ചോണ്ട് വാ ചേട്ടാ. ഇത് ഇങ്ങോട്ട് തിരിച്ചു വരും തോന്നണ്ട, പോണം തൊട്ട് അടുത്തെടുക്ക്. ഈ പരിസരത്ത് തന്നെ നടന്ന് കറങ്ങാൻ കേട്ടാ ബോട്ട്. അടുത്ത ആളെ വിടാം. മീൻ പോയിട്ട് വയറ് നിറച്ച് മീൻ പിടിച്ചിട്ട് വാ. നെക്സ്റ്റ് മക്കളെ അതെ ഓരോ ബോട്ടുകളായിട്ട് നമ്മൾ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തടഞ്ഞു തുടങ്ങിയ അങ്ങനെ നമ്മളുടെ ഓരോ ബോട്ടുകളായിട്ട് നമ്മൾ മത്സ്യബന്ധനത്തിന് വേണ്ടി വിട്ടുകൊണ്ടിരിക്കേണ്ട. നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഇവന്മാർ അകലേക്ക് പോകാണ്ട് നമ്മളുടെ ആ ഒരു ഏരിയ തന്നെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് കാറ്റൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ പല പല സ്ഥലങ്ങളിലേക്കായിട്ട് അവർ പോയി തുടങ്ങി. ഇടയ്ക്ക് ഓരോരുത്തന്മാർ മടി കാരണം വന്ന് കരയ്ക്കൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് അറിയാനൊന്നും പറ്റുന്നില്ല കേട്ടോ മീനുണ്ടോ ഇല്ലേന്നൊന്നും. ഇവർ നമ്മളിങ്ങനെ വഴിക്ക് ഇങ്ങനെ വിട്ടേക്കണം ഇവരുടെ ഇഷ്ടത്തിന്. കുറച്ച് പേരൊക്കെ ഹാർബറിലേക്ക് തിരിച്ചുകൊണ്ട് ഒരു വിട്ട സ്ഥലത്തേക്ക് തന്നെ പറന്നോടി വരുന്നുണ്ട് കേട്ടോ. അതാണ് രസം. അങ്ങനെ മച്ചാന്മാരെ നമ്മളുടെ ഓരോ ബോട്ടുകളായി നമ്മൾ ഓണാക്കി വിടുകയാണ്. ഇത് കണ്ട അങ്ങനെ നമ്മുടെ ബോട്ട് ഓണാക്കി മീൻ പിടിക്കാനായിട്ട് വിട്ടു കൊടുക്കുകയാണേ. ടാറ്റാ ബൈ ബൈ. അങ്ങനെ നമ്മൾ വിട്ട ബോട്ടുകളിൽ പലതും അന്തവും കുന്തവും ഇല്ലാതെ ഈ ആമ്പലിൻ്റെ ഇടയിലൊക്കെ വന്ന് കയറി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ നമ്മൾ മടിയൻ കാറ്റഗറിയിൽ പെടുത്തി. പക്ഷേ ചിലരാണെങ്കിൽ നല്ലോണം പണിയെടുക്കുന്നുണ്ട്. പുഴയുടെ നടുക്കൊക്കെ പോയിട്ട് അവരുടെ ഇഷ്ടത്തിന് കണ്ട പാഞ്ഞ് നടക്കുകയാണ്, ഞാൻ മീനെ കൊണ്ടുവരുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട്. അറിയില്ല ഇതിൽ ആരായിരിക്കും മീനെ പിടിക്കാൻ പോകുന്നതെന്ന് കണ്ട. അടുത്ത സെറ്റ് ആൾക്കാർ വന്ന് ഇതുപോലെ റെസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇതിലൊന്നും പെടാത്ത കുറച്ച് പേരാണ് നടുക്ക് പോയി മീനെ പിടിക്കുന്നത്. അവരാണ് ഈ കാണുന്ന ടീംസൊക്കെ. പെട്ടെന്ന് തോന്നണമെങ്കിൽ അതിലേക്ക് മാത്രം സൂം ചെയ്ത് വെച്ചാൽ നല്ല കൊത്തുത്തണ്ടത്. വെള്ളം വീണാണോ? അല്ലല്ല അല്ലല്ല കൊത്തണ്ട് കൊത്തണ്ട് കൊത്തല്ല കൊത്തല്ലേ, ചെറുതായിട്ട് വലിയെന്നല്ലേ ആയിരിക്കുള്ളൂ. പക്ഷെ അത് വെട്ടിയടാ, നീ ക്യാമറ ഓൺ ആക്കണേക്ക് മുമ്പ് വെട്ടിയിരുന്നത് നോക്കി നോക്ക്. ഭാഗ്യം ഉണ്ടെങ്കിൽ ഉണ്ടോ? വലിയവനില്ലേ വലിയവനില്ലേ? അത് ഉണ്ട് 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 ഉണ്ട്. അപ്പൊ ഇറങ്ങടാ, ഇതിന് നോക്കിക്കണേ മോനെ. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ മീൻ പോകൂലേ? കൊത്തല്ലടാ അത്. കുടുങ്ങിയത് കുടുങ്ങിയ വലിച്ചുണ്ട് അങ്ങോട്ട്. എടാ ഇറങ്ങടാ. നിക്ക് 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 നിക്ക്. ബോട്ട് തിരിക്കുവാ. എടാ പോടാ. നീന്ത് നീന്ത്. നല്ല കൊത്തോത്തണ്ടത്. എടാ കൊത്തിനെ പിടിക്ക്. നീ കയ്യാക്ക് ഇങ്ങോട്ട്. ആ കയ്യാക്ക് മീനാട്ടി കൊത്തിയതാണ്. കയ്യാക്ക് എടുക്കടാ. അങ്ങനെ ബോട്ട് പിടിച്ച മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് അതിന്റെ പിന്നാലെ പിടച്ചുവിടുകയാണ്. എന്താണ് അവസ്ഥ നോക്കിയാലേ അറിയുള്ളൂ. ഒരെണ്ണം എന്തായാലും കൺഫേം ആയിട്ടുണ്ട്. ഇത് ചൂണ്ട ഭാഗ്യത്തിനട്ട മോനെ വിടാണ്ടിരുന്നേ. ഈ അവസ്ഥയെ ചൂണ്ട ഇവന്ന് ഊരിപ്പോന്ന്. അയ്യോ കിട്ടി പോലെ നമ്മുടെ ബോട്ടിൽ നിന്ന് കിട്ടി പോലെ മീനാ.
എന്റെ പൊന്നോ കിട്ടുമെന്ന് വിചാരിച്ചാണ് അതൊക്കെ. ഇല്ല. അയ്യോ ബാക്കി ബോട്ടൊക്കെ അവിടെ നേരം നടക്കുന്നുണ്ട്. വാ പോവാം. ഇങ്ങനെ വെള്ളത്തിൽ ഇതാക്കിട്ടാലോ? വെള്ളത്തിലിട്ടാ മതി. ആ വെള്ളം കയറിയാൽ എന്തായാലും കുളത്തിൽ നിന്ന് മാറ്റിട്ടാ. ആയി അടിപൊളി. അവിടെ കിടക്കട്ടാ. പോവാ അടുത്ത സ്പോട്ടിക്ക് പോവാ. പോട്ടെ. അങ്ങനത്തെ ആദ്യത്തെ മീനെ കിട്ടിയ സന്തോഷത്തിൽ നമ്മൾ ബാക്കി ബോട്ട് കൂടി എടുക്കാനായിട്ട് പോവാണ്. അതിലൊന്നുമില്ല. അടുത്തിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. അതിലൊന്നുമില്ല. അടുത്തതും നോക്കി അതിലൊന്നുമില്ല. അങ്ങനെ ഓരോ ബോട്ടുകൾ വന്നടിഞ്ഞത് നമ്മൾ എടുത്തു വെക്കുകയാണ്. നമ്മളുടെ പ്രതീക്ഷയെല്ലാം തെറ്റിച്ചുകൊണ്ട് ഈ ബോട്ടുകളിലൊന്നും ഒന്നുമില്ല മച്ചന്മാരെ. 3 ബോട്ട് ഒരുമിച്ച് കിടക്കുന്നു. ഇടയ്ക്കൊക്കെ ചണ്ടിയിലൊക്കെ കുടുങ്ങുന്നുണ്ട് അതിൻ്റെ കുളത്ത്. ഓ അതുമില്ല. നമ്മളതിൽ പ്രതീക്ഷ വെച്ചായിരുന്നു, പക്ഷെ അതിലുമില്ല. എല്ലാം പറക്കി നമ്മളിത് അങ്ങനെ മച്ചാമാരെ നമ്മളുടെ എല്ലാ ബോട്ടും നമ്മൾ കരക്കേറിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയ മീനുകളൊക്കെ കാണിച്ചു തരാം. ബാ അതേപോലെ കിട്ടിയ എല്ലാ മീനും കിട്ടിയ മീൻ ഫ്രണ്ടിലുണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. പോയാ ദൈവമേ, ആകെ ഒരു മീനാണ് കിട്ടിയത്. പോയാ എടാ അത് പോയിടാ. ഒരു മീനാണ് കിട്ടിയത്. നീ ഇരിക്കണോടത്തുണ്ടാവും. പോയിടത് ഞാൻ ഇരിക്കണോടത്തില്ല. ഇവിടെ ഉണ്ട് മുത്തവിടെ ഉണ്ട്. അങ്ങനെ മച്ചാമാരെ നമ്മള് ബോട്ട് ഇടാൻ പോയിട്ട് കിട്ടിയ മീനാണ്ടത്. അടിപൊളി കേട്ടാ. ഞങ്ങളെ പറ്റിയും പോയിന്ന് വിചാരിച്ച് കൊച്ചു കള്ള ഇരുന്നോ. ഇനി കരക്കേറാ. പാവം ബോട്ടുകൾ നോക്കിയടാ, കുന്നാരം കൂടി കിടക്കുന്നുണ്ട. അയ്യോ അതെ ഇപ്പോഴും വർക്കിംഗ് കേട്ടാ, സ്റ്റിൽ വർക്കിംഗ്. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ബോട്ട് വീഡിയോയിൽ കിട്ടിയ ഒരു മീനാണ് നമ്മളിപ്പോൾ കാണിച്ചു തരുന്ന ഈ കാണുന്ന പിള്ളത്തി മീൻ. അപ്പോൾ ഇവനെ നമ്മളിന്ന് വറക്കാൻ പോവുകയാണ് എന്ന് ഞാൻ പറയില്ല, നിങ്ങൾക്കറിയാം. ഒരു മീനായിട്ട് നമുക്ക് കിട്ടിയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവനെ നമ്മൾ നെന്മരം പോലെ ഒഴുക്കി വിടാൻ പോവുകയാണ്. അപ്പോൾ മുമ്പൊക്കെ എല്ലാവരോടും പോയി പറ എന്നെ വെറുതെ വിട്ടു വന്നു. അയ്യോ അതിന് വലിയ ഡാമേജ് ഒന്നും ഉണ്ടായില്ല കേട്ടോ. ചുണ്ടുമ്പോൾ വെറുതെ ഒന്ന് കുളത്തിണ്ടായുള്ളൂ. അതാണ് നമ്മൾ വിട്ടത്. നമ്മൾ പോയി രക്ഷപ്പെടുത്തേ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ മച്ചന്മാരെ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു കുഞ്ഞു ബോട്ട് ഫിഷിംഗ് വീഡിയോ അതിൻ്റെ പേയാണ്. നമ്മൾ 10-30 ബോട്ട് ഉണ്ടാക്കിയിരുന്നെങ്കിലും ഒരു ബോട്ടിൽ മാത്രമേ നമുക്ക് മീനെ കിട്ടിയുള്ളൂ. ആ ഒരെണ്ണം കിട്ടിയത് സമാധാനം, അല്ലെങ്കിൽ മൊത്തത്തിൽ ഫ്ലോപ്പായി പോയേനെ. എന്തായാലും ഫ്ലോപ്പായാലും ഇടണമെന്ന് വിചാരിച്ചാണ് വീഡിയോ ഇട്ടത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരു എക്സ്പെരിമെന്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫൺ എക്സ്പെരിമെന്റ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചന്മാർ ഇതിലുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറ മച്ചൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.